ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു തിയറം പകുതി വരെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എഫ് അനലറ്റിക് ആണെന്നും അതുപോലെ തന്നെ എഫ് ബൗണ്ടഡ് ആണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ബാക്കി നോക്കാം. എഫ് അനലറ്റിക്കും ആണ് ബൗണ്ടഡ് ആണ് എങ്കിൽ പ്രീവിയസ് തിയറം, അതായത് ലിയോവെല്ലീസ് തിയറം പ്രകാരം എഫ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ എഫ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് പി ഓഫ് സെഡ്, അതും എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ തന്നെയായിരിക്കും അല്ലേ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/p ഓഫ് സെഡ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് എങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് എങ്കിൽ, പി ഓഫ് സെഡും ഒരു കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ ഹൈപ്പോത്തസിസിൽ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് സെഡ് ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോളിനോമിയൽ മീൻസ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്നും പറയാട്ടോ അതിനെ. അപ്പോൾ പി ഓഫ് സെഡ് ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പി ഓഫ് സെഡ് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ. കാരണം തന്നിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്ത് വന്നപ്പോൾ കിട്ടിയത്. അങ്ങനെ വരാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നത്, അങ്ങനെ ഒരു തെറ്റ് വന്നത്, ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അസ്യൂം ചെയ്ത കാര്യം തെറ്റായതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അസ്യൂം ചെയ്തത് പി ഓഫ് സെഡിന് ഒരു സീറോ പോലും ഇല്ല എന്നുള്ളതായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ ഫോർ ഓൾ സെഡ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് പി ഓഫ് സെഡിന് ഒരു സീറോ പോലും ഇല്ല എന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തെറ്റായ കാര്യത്തിൽ, ഹൈപ്പോത്തസിസിൽ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അറൈവ് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇങ്ങനെ വരാൻ പാടില്ല. പി ഓഫ് സെഡ് നോൺ കോൺസ്റ്റന്റ് എന്നാണ് തന്നിരിക്കുന്നത്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയും. രണ്ട് കാര്യം അറ്റ് എ ടൈം ഹാപ്പൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഫാക്ട് ദാറ്റ് പി ഓഫ് സെഡ് ഈസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഹെൻസ് അവർ അസംഷൻ, അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തതാണ് തെറ്റിപ്പോയത് എന്ന് പറയും. അതായത് ഹെൻസ് അവർ അസംഷൻ പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ ഫോർ ഓൾ സെഡ് ഈസ് റോങ്. So that p of z equal to 0 for some value of z. എല്ലാ സെഡിനും p of z not equal to 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തതാണ് തെറ്റിപ്പോയത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സെഡുകൾക്ക് p of z equal to 0 വരും എന്നാണ് നമ്മൾ മാറ്റി നമ്മുടെ ആർഗ്യുമെന്റ് എഴുതേണ്ടത്. ഇത്തരത്തിൽ ആ ഒരു ഇതിലേക്ക് എത്തുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയാം കേട്ടോ. ഹെൻസ് പി ഓഫ് സെഡ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 0. ഏതെങ്കിലുമൊക്കെ സെഡുകൾക്ക് പി ഓഫ് സെഡ് 0 വരുമെങ്കിൽ പി ഓഫ് സെഡിന് ഒരു 0 എങ്കിലും ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഏതെങ്കിലും കുറച്ച് സീറോസ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും അതിന് 0 ഉണ്ടാവും എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന് അറ്റ്ലീസ്റ്റ് 1 0 എക്സിസ്റ്റ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ പ്രൂഫുകൾ ചെയ്യുന്ന മെത്തേഡാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇടയിൽ വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും നിങ്ങൾ നോക്കി നോക്കുക, അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. നമുക്ക് തിയറം പഠിക്കാനായിട്ട് ഈ ആർഗ്യുമെൻറ്റ്സ് എല്ലാം പഠിക്കുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അത് എഴുതി പഠിക്കുക. ഓക്കെ, ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം വരുന്നത്. ഇനി അടുത്തതൊരു തിയറവും കൂടി ഉണ്ട്. അങ്ങനെ 4 തിയറംസ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. തിയറം പറയുന്നത് നോക്കാം. If p of z is a polynomial of degree n, that is, then it has n zeros. Not all need be distinct. p of z ഒരു polynomial of degree n ആണെങ്കിൽ അതിന് n zeros ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ പ്രീവിയസ് തിയറത്തിൽ പ്രൂവ് ചെയ്തു അതിന് അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും, മിനിമം ഒരു 0 എങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇപ്പം ഈ തിയറത്തിൽ പറയുന്നു അതിന് n സീറോസ് ഉണ്ടായിരിക്കും. ഡിഗ്രി n ആണ് എങ്കിൽ അതിന് n സീറോസ് അല്ലെങ്കിൽ n റൂട്ട്സ്. ഇപ്പം നമ്മൾ പറയില്ലേ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 2 റൂട്ട്, ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ 3 റൂട്ട് എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ഇവിടെ n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ആണ് എങ്കിൽ അതിന് n റൂട്ട്സ് ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ തിയറത്തിൽ പറയുന്നത്. ഇവിടുത്തെ പോളിനോമിയൽ പ്രത്യേകത ഇത് കോംപ്ലക്സ് വേരിയബിൾസ് വരുന്ന പോളിനോമിയലാണ്, കോംപ്ലക്സ് പോളിനോമിയൽ ആണ് എന്നുള്ളത് മാത്രം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത് റിയൽ വേരിയബിൾസ് വരുന്ന പോളിനോമിയൽ ആയിരുന്നു. അപ്പോൾ കോംപ്ലക്സ് പോളിനോമിയലിനായാലും ശരി, റിയൽ പോളിനോമിയലിനായാലും ശരി, n ഡിഗ്രി ഉള്ള പോളിനോമിയൽസിനെല്ലാം n റൂട്ട്സ് ഉണ്ടായിരിക്കും. നോട്ട് ഓൾ നീഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാം വ്യത്യസ്തമായ റൂട്ട്സ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് n എണ്ണം കാണും, n എണ്ണം ഉണ്ടാവും എന്നാണ് തിയറത്തിൽ പറയുന്നത്.
അതായത് പി ഓഫ് സെഡ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ, ദെൻ ദർ എക്സിസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 Z2 എക്സെട്ര Zn, ഇവരാണ് റൂട്ട്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ആൻഡ് സി സച്ച് ദാറ്റ് പി ഓഫ് സെഡ് ഈക്വൽ ടു സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഇൻറ്റു സെഡ് മൈനസ് സെഡ് ടു ഇൻറ്റു എക്സെട്ര സെഡ് മൈനസ് Zn. ഫാക്ടർ തിയറം പഠിച്ചിട്ടില്ലേ? ആ റൂട്ട്സ് അറിയാമെങ്കിൽ അവരെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമെന്ന് പഠിച്ചിട്ടില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഒരു കോൺസ്റ്റന്റിന്റെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിന് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സി വേണമെങ്കിൽ ചേർക്കാം എന്നുള്ളത് പറഞ്ഞത്. ഈ കോൺസ്റ്റന്റിന്റെ ആ കോഎഫിഷ്യൻസ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സി ചേർത്തിരിക്കുന്നത്. അപ്പോൾ സി ഇൻറ്റു പിന്നെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും, ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും എന്നാണ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ അതും നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പോൾ സി ഇവിടെ കണ്ടുകൊണ്ട് പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട, ഫാക്ടർ തിയറം അല്ലാന്ന് വിചാരിക്കേണ്ട, ഇത് ഫാക്ടർ തിയറം തന്നെയാണ്. സി ഇവിടെ നമ്മുടെ കോഎഫിഷ്യന്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്രയിൽ നമുക്കറിയാം പി ഓഫ് സെഡ് ഒരു പോളിനോമിയൽ ആണ് എങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പി ഓഫ് സെഡിന്റെ ആദ്യത്തെ 0 Z1 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ Z1 ആണ് എങ്കിൽ Z1 പി ഓഫ് സെഡിന്റെ ഒരു 0 ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ ആണ് Z മൈനസ് Z1 അല്ലേ. ബാക്കി അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് സേ Q1 ഓഫ് സെഡ് എന്നുള്ള ഒരു പോളിനോമിയലാണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ Z മൈനസ് Z1ന്റെയും Q1 ഓഫ് സെഡിന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പി ഓഫ് സെഡിനെ എഴുതാനായിട്ട് പറ്റും, സിൻസ് Z1 ഈസ് എ റൂട്ട്. അപ്പോൾ പി ഓഫ് സെഡ് ഈക്വൽ ടു Z മൈനസ് Z1 ഇൻറ്റു Q1 ഓഫ് സെഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പി ഓഫ് സെഡ് നമ്മൾ nth ഡിഗ്രി പോളിനോമിയലായിട്ട് എടുത്തിരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ബാക്കി പ്രൊഡക്റ്റിൽ വരുന്നതാണ് Q1 ഓഫ് സെഡ് എന്നുള്ള പോളിനോമിയൽ. അപ്പോൾ Q1 ഓഫ് സെഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? n-1th ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും അല്ലേ. അപ്പോൾ Q1 ഓഫ് സെഡ് ഒരു n-1th ഡിഗ്രി പോളിനോമിയൽ ആണ്. എഗെയിൻ നമുക്ക് Q1 ഓഫ് സെഡിന് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ Q1 ഓഫ് സെഡും ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയിരിക്കും. അതിനും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു 0 Z2 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ Z2 ആണ് എങ്കിൽ Q1 ഓഫ് സെഡിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കുമ്പോൾ, ഫാക്ടറിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുമ്പോൾ Z മൈനസ് Z2 ഇൻറ്റു സം അനദർ പോളിനോമിയൽ, അതിനേക്കാളും ഒരു ഡിഗ്രി കുറവുള്ള ഒരു പോളിനോമിയൽ, സേ Q2 ഓഫ് സെഡ് എന്ന് വിളിക്കാം. Q2 ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ പി ഓഫ് സെഡ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പി ഓഫ് സെഡ് ഈക്വൽ ടു ആദ്യത്തെ ഒരു ഫാക്ടർ Z മൈനസ് Z1 അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കിട്ടിയത് Z മൈനസ് Z2 ഇൻറ്റു Q2 ഓഫ് സെഡ് എന്നുള്ള ഒരു ഫാക്ടറും കൂടെ അവിടെ വരും. എഗെയിൻ Q2 ഓഫ് സെഡ് എടുത്താൽ ഈ സെയിം ആർഗ്യുമെന്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. Q2 ഓഫ് സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ Q2 ഓഫ് സെഡ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-2 ആയിരിക്കും. കാരണം 2 ലീനിയർ ഫാക്ടേഴ്സ് അവിടെ വന്നു കഴിഞ്ഞു. ടോട്ടൽ n ഡിഗ്രി അല്ലേ വരണ്ടേ. അപ്പോൾ Q2 ഓഫ് സെഡ് n-2 ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. എഗെയിൻ Q2 ഓഫ് സെഡ് ഒരു നോൺ കോൺസ്റ്റന്റ്, Q2 ഓഫ് സെഡ് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പ്രൂഫ് അവസാനിപ്പിക്കാം. ഈ Q2 ഓഫ് സെഡ് ഈക്വൽ ടു നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ സി ആയിട്ട്, ആ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ മതി. ഇനി അതല്ല Q2 ഓഫ് സെഡ് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് എങ്കിൽ, അത് Q1 ഓഫ് സെഡിന്റെ കാര്യത്തിലായാലും അതേട്ടാ, Q1 ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പ്രൂഫ് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിലാണ് നമ്മളതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ Q2 ഓഫ് സെഡ് ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് എങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സെയിം ആർഗ്യുമെന്റ് വെച്ചിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Q2 ഓഫ് സെഡിനും നമുക്ക് അറ്റ്ലീസ്റ്റ് 1 0 ഫണ്ടമെന്റൽ തിയറം പ്രകാരം എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ടോട്ടൽ നമുക്ക് n ടൈംസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു Z മൈനസ് Z1 ഇൻറ്റു Z മൈനസ് Z2 ഇൻറ്റു എക്സിട്ര Z മൈനസ് Zn. ലാസ്റ്റ് ഫാക്ടർ വരെ അവിടെ നമുക്ക് കിട്ടും. പിന്നെ Qn ഓഫ് സെഡ് ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഈ Z മൈനസ് Z1 ഇൻറ്റു Z മൈനസ് Z2 ഇൻറ്റു എക്സിട്ര Z മൈനസ് Zn തന്നെ nth ഡിഗ്രി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും Qn ഓഫ് സെഡ് എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാവുക ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ Qn ഓഫ് സെഡിനെ നമ്മൾ സി എന്നാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റിലും സി എന്നുള്ള നൊട്ടേഷൻ തന്നെയാണ് കോൺസ്റ്റന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് സെഡ് ഈക്വൽ ടു സി ഇൻറ്റു Z മൈനസ് Z1 ഇൻറ്റു Z മൈനസ് Z2 ഇൻറ്റു എക്സിട്ര Z മൈനസ് Zn എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പി ഓഫ് സെഡിന് ഇങ്ങനെ ഒരു ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമുക്ക് തിയറത്തിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ.